ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എൻ്റെ വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നില്ല, ഇപ്പം മാംഗോ സീസൺ അല്ലേ. അപ്പോൾ മാംഗോ സീസണിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത് ഞാനൊരു മാംഗോ പ്യൂരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ പാലില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് നല്ല കോൾഡാക്കിയിട്ട് അങ്ങനെ ആക്കാം. ഇപ്പം ഞാൻ പാക്കറ്റിൽ നല്ല ക്യൂബായിട്ടൊക്കെ പാൽ കട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ യൂസ് ആക്കി. ഇപ്പോൾ തണുപ്പിക്കുന്ന ആ ഒരു ജഞ്ചറ്റ് വേണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് സാഗ് ഞാൻ കുതിർത്തിട്ട് വെച്ചതാണ്. ഒരു 3 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഞാനൊന്ന് തിളപ്പിക്കുക. 2 തിള തിളക്കുമ്പോൾ തന്നെ ഇത് നല്ല എന്താ പറയുക, നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് തണുക്കാനായിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് മാംഗോ ജ്യൂസ് ഇല്ലേ, അത് പഞ്ചസാരയും പാലും ഇട്ടിട്ടാണ് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ആക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി അങ്ങനത്തെ മിൽക്ക് പൗഡർ അങ്ങനെ എന്തെങ്കിലും ആഡ് ആക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമിൻ്റെ കുറച്ച് മാത്രം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിന് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ആഡ് ആക്കിയത്. ഇത് ഓപ്ഷണലാണ്. ഫ്രഷ് ക്രീമോ മിൽക്ക് പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക, മധുരം ചെക്കാക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം, മിൽക്ക് മേഡില്ലേ അതും ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കാൻ സെർവ് ആക്കാം. നല്ല കോൾഡായിട്ട് വേണമെന്നിട്ടില്ലെന്ന് മാത്രം. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് മാംഗോ ജ്യൂസാണിത്. അപ്പോൾ സാഗൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ സാഗ് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കസ്കസ് അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ഹുദാഫിസ്. ബൈ.